السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده، وأفضل الصلاة وأتم السلام على سيدنا محمد لا نبي بعده وعلى آله وأصحابه ومن تبع هديه. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ എൻ്റെ വോയിസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. അത് തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ അവിടെ ഒന്നും ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് നമ്മുടെ ചർച്ച തുടർന്നു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് തന്നെ പഠിപ്പിച്ചു, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാവുന്നത് വരെ, വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ, മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഭാര്യയെക്കാളും എല്ലാ ജനങ്ങളെക്കാളും എല്ലാത്തേക്കാളും ഞാൻ അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാകുന്നത് വരെ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ഈമാൻ പരിപൂർണമാകാനുള്ള നിമിത്തമാണ്. എത്ര കണ്ട് മഹബത്ത് വർദ്ധിക്കുന്നുവോ അതനുസരിച്ച് ഈമാൻ വർധനവുണ്ടാവും. ആ ഈമാനാണല്ലോ നമ്മുടെ രക്ഷയുടെ മാർഗം. ഈമാനോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയണം, എന്നാലേ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും പ്രതിഫലം ലഭിക്കൂ. അവസാനം റസൂലുള്ളാഹിന്റെ ശഫാഅത്തും അതുപോലെ സ്വർഗപ്രവേശമൊക്കെ ലഭിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന നിബന്ധനയാണ് ഈമാനോടുകൂടി മരണപ്പെടുക എന്നുള്ളത്. ആ മഹബത്ത് പ്രകടിപ്പിക്കുന്നതിനൊരു ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുക എന്നുള്ളത്, അവിടുത്തെ മദഹുകൾ പറയുക എന്നുള്ളത്. അങ്ങനെ മദഹ് പറയാൻ പറ്റുമോ? അതൊന്ന് നമുക്ക് പരിശോധിക്കാം. റസൂലുള്ളാഹിനെ മദഹ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? അത് പറ്റുമെന്നതിന് കൊട്ടക്കണക്കിന് തെളിവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല മദഹ് ചെയ്തത് എത്രയാണ് ഖുർആനിലുള്ളത്. ആ ഖുർആൻ നമ്മളോട് പാരായണം ചെയ്യപ്പെടാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹിന്റെ മദഹ് അടങ്ങുന്ന പരിശുദ്ധ ഖുർആൻ നമ്മളിങ്ങനെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ റസൂലുള്ളാഹിന്റെ മദഹ് എത്രയാണുള്ളത്? സാമ്പിളിന് ഒന്ന് മാത്രം പറയുന്നു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പരിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നു, വഇന്നക, തീർച്ചയായും തങ്ങൾ, ലഅലാ ഖുലുഖിൻ അദീം, മഹത്തായ സ്വഭാവത്തിൻ്റെ മേലെയാണ്. അത്ര വലിയ സ്വഭാവത്തിൻ്റെ ഉടമയാണ്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഇതിൻ്റെ സ്വഭാവ മഹിമക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം, ഉദാഹരണങ്ങളൊക്കെ. അതൊരു ഉദാഹരണം
ഖുർആനിലൊരായത്താണ്. അങ്ങനെ എത്ര സ്ഥലത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? തങ്ങൾ തന്നെ തങ്ങളെപ്പറ്റി മദഹ് പറഞ്ഞിട്ടുണ്ടോ? അത് പരിശോധിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരുകളെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനവറുകൾ പറയുന്നു, ഞങ്ങൾ അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽപ്പെട്ട കുറച്ച് ആളുകൾ പള്ളിയിലിങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലവർ പറയുന്നു, ഇന്നല്ലാഹ ഇത്തഖദ ഇബ്രാഹിമ ഖലീല, തീർച്ചയായും അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീലാക്കി. വഖാല ആഖറു, വേറെ ആൾ പറയുന്നു, മൂസ കല്ലമഹു തക്ലീമ, മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല പ്രത്യേകം സംസാരം കൊണ്ട് അനുഗ്രഹിച്ചു, അങ്ങനെ കലീമാക്കി. വഖാല ആഖറു, വേറെ ആൾ പറയുന്നു, ഫഈസ കലിമത്തുല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹിൻ്റെ കലിമത്താണ്, റൂഹുഹു അവൻ്റെ റൂഹുമാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേക രൂപത്തിൽ അള്ളാഹു തആല സൃഷ്ടിക്കപ്പെട്ട ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. വഖാല ആഖർ, വേറെ ആൾ പറയുന്നു, മുസ്തഫാഹുല്ലാഹ്, ആദം നബി അലൈഹിസ്സലാം അത് അള്ളാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്ത ആളാണ്. ഇങ്ങനെ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളെ മദ്ഹ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സഹാബത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് വന്നിട്ട് എന്താ പറഞ്ഞത്? എന്താ പങ്കി ചെയ്തിട്ട് പള്ളിയിലിരുന്ന് കണ്ട് മഹാന്മാരുടെ മൗലിദ് ഓതുക എന്നല്ല ചോദിച്ചത്. പിന്നെ എന്താണ് പറഞ്ഞത്? ഖദ് സമിഅതു കലാമക്കും വഅജബക്കും അന്ന ഇബ്രാഹിമ ഖലീലുല്ലാഹ്, നിങ്ങളുടെ സംസാരമൊക്കെ ഞാൻ കേട്ട്, നിങ്ങളിങ്ങനെ മദഹ് പറയുന്നത്, സ്തുതിച്ച് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹിൻ്റെ ഖലീലാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. വഹുവ കദാലിക്, അതങ്ങനെ തന്നെയാണ്. മൂസ നജിയുല്ലാഹ്, മൂസാ നബി അള്ളാഹിൻ്റെ അടുത്ത് നേരിട്ട് സംസാരിച്ച ആളാണെന്ന് പറഞ്ഞല്ലോ. വഹുവ കദാലിക്, അതങ്ങനെ തന്നെയാണ്. വഈസ റൂഹുഹു വ കലിമത്തുഹു, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹു പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട ആളാണ്, അതങ്ങനെ തന്നെയാണ്. ആദം മുസ്തഫാഹുല്ലാഹ്, ആദം നബി അലൈഹിസ്സലാം അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത ആളാണ്, അതങ്ങനെ തന്നെയാണ്. ഇതെല്ലാം എസ് വെച്ചു. സഹാബത്ത് പറഞ്ഞതൊക്കെ എസ് വെച്ചതിന് ശേഷം പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവിടുത്തെ മദ്ഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അലാ വ അന ഹബീബുല്ലാഹി വലാ ഫഖർ, അറിയണം ഞാൻ അള്ളാഹിൻ്റെ ഹബീബാണ്, വലാ ഫഖറ, അതിലും വലിയ ബഹുമാനം വേറല്ല. വ അന ഹാമിലുൻ ലിവാ അൽ ഹംദി യൗമൽ ഖിയാമ, ലിവാഉൽ ഹംദ് വഹിക്കുന്ന ആളാണ് ഞാൻ ഖിയാമത്ത് നാളിൽ. തഹ്തഹു ആദം വമൻ ദൂന, ആ പതാകക്ക് കീഴിലാണ് ആദം നബി അലൈഹിസ്സലാമും അതിൻ്റെ ശേഷമുള്ള ആളുകളൊക്കെ ഉണ്ടാകുക. വലാ ഫഖറ, അതിലും വലിയ അഭിമാനമില്ല. വ അന അവ്വലു ഷാഫിഇൻ വ അവ്വലു മുശഫ്ഫഇൻ യൗമൽ ഖിയാമ വലാ ഫഖർ, ഞാൻ ആദ്യത്തെ ശുപാർശകനാണ്, ആദ്യം ശുപാർശ ചെയ്യുന്ന വ്യക്തി ഞാനാണ്. അവ്വലു മുശഫ്ഫഇൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയും ഞാനാണ്. വലാ ഫഖറ, അതിലും വലിയ അഭിമാനമില്ല. വ അന അവ്വലു മൻ യുഹർരിഖു ഹലഖൽ ജന്ന, സ്വർഗത്തിൻ്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കുന്ന ആദ്യത്തെ വ്യക്തി ഞാനാണ്. ഫയഫ്തഹുല്ലാഹു ലീ ഫയദ്ഖുലുഹാ വമഈ ഫുഖറാഉൽ ഫയുദ്ഖിലൂനീഹാ വമഈ ഫുഖറാഉൽ മുഅ്മിനീൻ, അല്ലാഹു തആല എന്നിട്ട് ആ വാതിൽ മുട്ടുമ്പോൾ അള്ളാഹു എനിക്ക് തുറന്നു തരും. എന്നിട്ട് ആ സ്വർഗത്തിലേക്ക് എന്നെ അള്ളാഹു കടത്തുമ്പോൾ മഈ ഫുഖറാഉൽ മുഅ്മിനീൻ വലാ ഫഖർ, എൻ്റെ കൂടെ മുഅ്മിനീങ്ങൾപ്പെട്ട സാധുക്കളുണ്ടാകും, അതിലും വലിയ അഭിമാനമില്ല. വ അന അക്രമുൽ അവ്വലീന വൽ ആഖിരീന അലല്ലാഹി വലാ ഫഖർ, ഞാൻ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും എല്ലാവരിലും വെച്ച് അള്ളാഹുവിന് ഏറ്റവും ആദരവുള്ള വ്യക്തിയാണ്.
വല ഫഖ്റ, അതിലും വലിയ അഭിമാനമില്ല. ദീർഘമായ ഹദീത്താണ്. ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു? മഹാന്മാരെ സ്മരിക്കുക, അവരെ ആദരിക്കുക, അവരെ മദഹ് പറയുക എന്നുള്ളത് സഹാബത്ത് ചെയ്തു. സഹാബത്ത് ചെയ്തതിനെ റസൂലുള്ളാഹി അംഗീകരിച്ചു. റസൂലുള്ളാഹി തന്നെ അവിടുത്തെ മഹത്വങ്ങൾ സഹാബത്തിന് വിവരിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ രേഖയുള്ളതാണ്, അനുവദനീയമാണ്, പുണ്യകരമാണ് എന്നുള്ളതിന് യാതൊരു സംശയം വെക്കേണ്ട കാര്യമില്ല. അള്ളാഹു റസൂലുള്ളാഹിനെ പ്രശംസിച്ചു, അള്ളാഹുവിൻ്റെ റസൂല് പ്രശംസിച്ചു, സഹാബത്ത് പ്രശംസിച്ചു. ഇനി എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്? അങ്ങനെ എന്തെല്ലാം ഇനി പറയാനുണ്ട്? ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കേൾക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു ഒരു സാലിഹായ അമലായി കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങൾ ഈ പറയുന്നത് ചെറിയൊരു സേവനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പറയുകയാണ് റബ്ബെ. ആ മദഹിൻ്റെ പേരിൽ കാരണം കൊണ്ട് ഞങ്ങളെ ഇരു വീട്ടിൽ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളിലും വിട്ടുപുറന്ന് മാഫാക്കി റബ്ബെ. നിൻ്റെ ഹബീബിനുള്ള ഹുബ്ബ് ഞങ്ങളുടെ കൽബിൽ ഏറ്റി തരണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, ആ നബിയോട് ഇത്തിബാ ചെയ്ത് അവിടുത്തെ പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ്. ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും റബ്ബെ ഇന്ന് മണ്ണിൻ്റെ അടിയിലാണ് റബ്ബെ. അവർക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കണേ അള്ളാഹ്. അവരുടെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാഫാക്കണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അള്ളാഹ്. ജോലിൻ്റെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്നുണ്ട്, അവർക്ക് നീ സലാമത്ത് നൽകണേ അള്ളാഹ്. കാര്യങ്ങളൊക്കെ എളുപ്പമാക്കണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വിഷമിക്കുന്നു റബ്ബെ. ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് റബ്ബെ. എല്ലാവർക്കും റബ്ബെ ആജിലായ ശിഫ നൽകി ഹോസ്പിറ്റലിൽ നിന്ന് മോചനം കൊടുക്കണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, എല്ലാവിധ ആഫത്ത് മുസീബത്തുകൾ തുടങ്ങാക്കണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, ഫലസ്തീൻ ജനങ്ങളുടെ അവസ്ഥ ഞങ്ങളുടെ സഹോദരങ്ങളാണ് റബ്ബെ. അവിടെ നിന്ന് കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് റബ്ബെ, ഞങ്ങൾക്ക് എന്നോട് ദുആ ചെയ്യല്ലാതെ വേറൊരു മാർഗ്ഗമില്ല റബ്ബെ. അവർക്ക് നീ സലാമത്തിൻ്റെ മാർഗ്ഗമുണ്ടാക്കണേ അള്ളാഹ്. അവർക്ക് റിസ്ഖിൻ്റെ മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കണേ അള്ളാഹ്. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.